ആനന്ദ്, ദൗത്യത്തിന് വളരെ വേഗം വച്ച 9ാം നാളിനെ ആകെ ഒന്ന് വിവരിക്കാമോ? തീർച്ചയായും കൃഷ്ണരാജ്, എന്തായാലും ഈ 9 നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നിന്ന് ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത, ഒരു പക്ഷേ നല്ല വാർത്ത എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ആശ്വാസകരമായിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏകദേശ ധാരണകൾ നമുക്കുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടി തന്നെ, അതായത് 8 മണിയോട് കൂടി തന്നെ സൈന്യം പ്രദേശത്തെത്തി. ഉച്ചയോട് കൂടി തന്നെ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളും സംവിധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലഭിച്ച റഡാർ സിഗ്നലിൽ നിന്നുള്ള ഒരു സൂചനയുടെ ബാക്കി പത്രം തന്നെയാണ് ഇന്നത്തെ തെരച്ചിലിൽ മുഴുവൻ കണ്ടത്. ഈ ബൂം യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ, അത് തന്നെയാണ് ഒരുപക്ഷെ ഇതിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ, അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് ഏറ്റവും ബലം കണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ലഭിച്ച ഈ സോണാർ സംവിധാനങ്ങൾ സിഗ്നൽ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ ബൂം എക്സലേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റൽ, ആ മണ്ണുമാറ്റൽ നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു ധാരണ നേവിക്കും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സൈന്യത്തിനും ഉണ്ടായിരുന്നു. അത് ഉറപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. നമുക്കറിയാം, ഈ കരയിലെ മണ്ണ് മാറ്റുന്നത് പോലെയല്ല പുഴയിലെ മണ്ണ് മാറ്റുന്നത്. അതിന് JCB പോലുള്ള ചെറിയ ഉപകരണങ്ങൾ മതിയാവില്ല. ഏകദേശം 60 അടി അത്തരത്തിൽ കുഴിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ബൂം എക്സ്കലേറ്ററിന് വഴി എത്തിക്കുക വഴി സൈന്യം എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക് എത്തി. ഏകദേശം 4 മണിയോട് കൂടി തന്നെ ആ പ്രദേശത്തെ, അതായത് ഈ അർജുന്റെ ഈ ടാങ്കർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നിർണായകമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു. മണ്ണ് മാറ്റും തോറും അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, അതായത് ഒരു ടാങ്കർ അവിടെ കണ്ടെത്തി എന്നുള്ള കാര്യം കർണാടകയുടെ ഉപമുഖ്യമന്ത്രി അടക്കം സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് SP അത് സ്ഥിരീകരിക്കുന്നു, ടാങ്കർ കണ്ടെത്തിയിരിക്കുന്നു. ആദ്യത്തെ ഒരു വാർത്ത വരുന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം തന്നെ വീണ്ടും വാർത്ത വരുന്നു, ആ കണ്ടെത്തിയത് അർജുന്റെ ടാങ്കർ തന്നെയാണെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാത്രിയിലേക്ക് അടക്കം ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നീട്ടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സേന അടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടായ തീരുമാനം താൽക്കാലികമായി അതവിടെ നിർത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. അടിക്കടി പെയ്യുന്ന മഴ ഈ രക്ഷാദൗത്യത്തെ വളരെയധികം പിറകോട്ടടിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥ. ഈ നേവിയുടെ ഡീപ്പ് ഡൈവേഴ്സ് അടങ്ങുന്ന ഒരു 15-അംഗ സംഘത്തിന്റെ 3 ടീമുകളായിട്ടുള്ള ഒരു ടീം ഇന്ന് ഡീപ്പ് ഡൈവേഴ്സ് അവിടേക്ക് എത്തിയിരുന്നു. അതായത് ഇത്തരത്തിൽ ലോറി ലഭിച്ചു എന്നുള്ള ഒരു സൂചന വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആഴത്തിൽ മുങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് തയ്യാറായിക്കൊണ്ട് ടീം അവിടെ എത്തിയിരുന്നെങ്കിലും പക്ഷേ ഈ മഴ അവിടെ വില്ലനാവുകയായിരുന്നു. ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ദൗത്യം അവിടെ ഉപേക്ഷിച്ച് പിന്മാറുകയായിരുന്നു. അതുപോലെ തന്നെ ഈ എക്സ്കവേറ്റർ വഴിയുള്ള ഇപ്പോൾ 2 തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒരു അവ്യക്തത ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഒന്ന്, ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു ഇന്ന്, അതായത് വളരെ പ്രതികൂല സാഹചര്യമാണ്, കാലാവസ്ഥയാണ്, കനത്ത മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്, വലിയ കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർത്തുന്നു, ഇന്നിനി പുഴയിൽ തിരച്ചിൽ നടത്താൻ സാധ്യതയില്ല എന്ന് വാർത്തകൾ വന്നിരുന്നു. അതേസമയം തന്നെ രാത്രി 10 മണി വരെയോ 11 മണി വരെയോ രക്ഷാപ്രവർത്തനം തുടരുമെന്നും പറഞ്ഞിരുന്നു. അതായത് ഈ നദിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം, അതായത് ഈ ലൊക്കേറ്റ് ചെയ്യപ്പെട്ട ഇടത്ത് ആ ലോറിയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമമെങ്കിലും തുടരുന്നുവെന്നാണോ, അതോ കരയിൽ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നാണോ? അതായത് കൃഷ്ണരാജ്, അല്പസമയം മുമ്പ് തന്നെ, അതായത് ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 6 മണിയോട് കൂടി തന്നെ ഇത്തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. അതായത് ഈ ബോട്ടുകളെല്ലാം കരയ്ക്ക് കയറ്റി. പിന്നീട് ഏകദേശം 6:45 വരെ അവിടെ തുടർന്നിരുന്നത് ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയയായിരുന്നു. അതായത് ഈ സിഗ്നൽ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന പ്രക്രിയയായിരുന്നു നടന്നിരുന്നത്. ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ അതും അവസാനിപ്പിച്ചുകൊണ്ട് അവിടുത്തെ JCBകളും മറ്റ് ലോറികളും എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ അവിടെ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. കാർവാർ MLA ആയിരുന്നു പറഞ്ഞിരുന്നത്, അതായത് 10 മണി വരെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നീളും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ അത് ഉണ്ടായിരിക്കില്ല എന്നും അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതാണ് ഇത്തരത്തിലൊരു സംശയത്തിന് ഇടപെട്ട് എന്തായാലും ഈ രക്ഷാപ്രവർത്തനം. അപ്പോൾ ഈ ലൊക്കേറ്റ് ചെയ്ത ഇടത്ത് നദിക്കടിയിൽ 15 മീറ്റർ താഴെ, കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 15 മീറ്റർ താഴെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ട ലോറിയെ ഈ കനത്ത മഴയത്ത് ശക്തമായ അടിയൊഴുക്ക് നദിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന സമയത്ത് അത് അവിടെ തന്നെ നിലനിർത്താൻ എന്തെങ്കിലും ശ്രമം നടത്തിയിരുന്നോ? അതിനെക്കുറിച്ച് എന്താണ് അവർ പറഞ്ഞത്?
കൃഷ്ണ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് താൽക്കാലികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം ഈ നദിയിൽ നിന്ന് 40 മീറ്റർ അകലെയും 15 അടി താഴെയുമായിട്ടാണ് ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രാത്രി വീണ്ടും കനത്ത മഴയ്ക്കുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക്, അതായത് ആ ലോറി അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു തീരുമാനം നേവിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായി മാറിയതോടെ തന്നെയാണ് അതിൽ നിന്ന് ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടരാതിരിക്കുകയും ചെയ്തത്. എന്തായാലും നാളെ രാവിലെ 9 മണിയോട് കൂടി തന്നെ അത്യാധുനികമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും ഇതിന്റെ ആകാശ ദൃശ്യങ്ങളടക്കം പകർത്തുക വഴി ഈ ലോറിയെ കുറച്ച് കൂടുതൽ വ്യക്തമായി തന്നെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ലോറിയെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ ലോറി വലിച്ച് കരയിലേക്ക് കയറ്റാനുള്ള ഉപകരണങ്ങൾ, കൂടുതൽ ഉപകരണങ്ങൾ, അതായത് ഇന്ന് കാർവാറമല്ല പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആവശ്യമെങ്കിൽ ഒരു ബൂം എക്സ്കവേറ്റർ കൂടി കൊണ്ടുവരുമെന്ന് തന്നെയായിരുന്നു. ശരി, ആനന്ദ്, ഞാൻ വരാം, ആനന്ദിലേക്ക് വരാം.